ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ചെറിയ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ മാങ്ങയും പപ്പായയും വെച്ചിട്ടുള്ള ഒരു ചെറിയ സിമ്പിൾ കറിയാണ് ഉണ്ടാക്കുന്നത്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എല്ലാവരും ഉണ്ടാക്കുമായിരിക്കും, എന്നാലും ഞാൻ എൻ്റേതായ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഞാനിതാ ഈ പപ്പായ, ഞങ്ങളിവിടെ ഇതിന് കർമൂസ എന്നാണ് പറയുന്നത്. നിങ്ങളൊക്കെ ഇവിടെ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഈ കർമൂസ ഞാനിതിവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇതിൻ്റെ തോലൊക്കെ കളയുന്നുണ്ട്. നമ്മൾ നല്ലപോലെ തോല് കളയണം കേട്ടോ. ഞാനിത് ഈ ഒരു സാധനം വെച്ചിട്ടാണ് തോല് കളയുന്നത്. പിന്നെ ഞാനിത് ഫുള്ളായിട്ട് എടുക്കുന്നില്ല കേട്ടോ, ഒരു പകുതി കഷ്ണമാണ് എടുക്കുന്നത്. കാരണം ഞങ്ങളിവിടെ കുറച്ച് പേരേ ഉള്ളൂ, 3 പേരേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായുള്ളത് ഒരു ചെറിയൊരു കഷ്ണം മതി. പിന്നെ ഇത് ഞാൻ മാങ്ങയും കൂടെ ഇടുന്നുണ്ടല്ലോ, അപ്പോൾ അത്യാവശ്യം നമുക്ക് കറി ഉണ്ടാവും. അതുകൊണ്ടൊരു പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അത് ഞാനിപ്പോൾ നല്ലപോലെ ചീകി എടുക്കുകയാണേ. നല്ലപോലെ വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കണം. നമുക്ക് അതിൻ്റെ ഇഷ്ടാനുസരണം വലിയ കഷ്ണങ്ങളോ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. നമുക്ക് ഇത് ഉടച്ചാണ് എടുക്കുന്നത്. നമ്മൾ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ നല്ല ഉടഞ്ഞ് കിട്ടും. ഇനി ഇതുപോലെ നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഇപ്പോൾ മുറിക്കുമ്പോൾ അതിൻ്റെ അകത്ത് അതിൻ്റെ കുരുവൊക്കെ ഉണ്ടാവും കേട്ടോ. അത് കറിയിൽ വീണുമ്പോൾ ചെറിയൊരു കയ്പ്പുണ്ടാവേ. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു കേട്ടോ പപ്പായയ്ക്ക്. ചെറുങ്ങനൊരു പഴുത്ത് വയ്ക്കുക. 2 ദിവസം മുന്നേ പറിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി വെക്കണം കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ മാങ്ങ ഇടാൻ പോവുകയാണേ. അതേപോലെ തന്നെ ഒരു പകുതി മാങ്ങയുടെ പുളിക്കനുസരിച്ചാണ്. നമ്മളിതിൽ തൈരൊന്നും ഒഴിക്കുന്നില്ല. ഞാൻ തൈര് ഒഴിച്ച് വെക്കാറുണ്ട്. തൈരോ മോരോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടും വെക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് നമ്മളൊരു പകുതി മാങ്ങയുടെ കഷ്ണം എടുത്തിട്ടാണ് വെക്കുന്നത്. അതും ഇതേമാതിരി തന്നെ ചെറിയൊരു കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ മുറിച്ചാണ് ഇടുന്നത്. ഇതുപോലെ വലുതാക്കി ഇടാം, കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ വേവിക്കുമ്പോൾ അതങ്ങ് ഉടഞ്ഞോളും. ഇനി ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ച് നമ്മളൊരു കുക്കറിലേക്ക് ഇടുകയാണ് കേട്ടോ. നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ പപ്പായയുടെ കഷ്ണങ്ങളെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഇടണം. അതിനൊപ്പം തന്നെ നമ്മൾ ഈ മാങ്ങ കഷ്ണങ്ങൾ ഒരുമിച്ച് ഇടാം കേട്ടോ. ഈ മാങ്ങ കഷ്ണങ്ങളൂടെ അതിലേക്കിട്ട് നല്ലപോലെ വിസിലടിച്ച് വേവിക്കണം. അതിനകത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, ഉപ്പൂടാ, കുറച്ച് മുളക് പൊടിയും അധികം ഇടുന്നില്ല, കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എരിവ് ആവശ്യം നോക്കിയിട്ട് മുളക് പൊടി ഇട്ടാൽ മതി. അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇടണം കേട്ടോ. കറിവേപ്പില എടുക്കാൻ പോയപ്പോഴാണ് ഫ്രിഡ്ജിൽ കുറച്ച് നമ്മൾ മുരിങ്ങാക്കായ കണ്ടത്. എന്നാൽ പിന്നെ അതൊരു കറി വെക്കാനൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ശരി, എന്നാൽ അതും കൂടെ ഇതിലേക്ക് മുറിച്ചിടാമെന്ന് കഴുകി. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. മുരിങ്ങാക്കായും കൂടെ ഇതിലിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ അങ്ങനെ. അപ്പോൾ ഉള്ള മുരിങ്ങാക്കായും കൂടെ ഇതിലിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് നല്ലപോലെ വേവിക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം ഇത് പപ്പായയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കുക. ഇനി നമ്മൾ ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കുകയാണേ. അരപ്പിൽ എന്തൊക്കെയാണ് നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങയും പിന്നെ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നമ്മൾ ജീരകവും ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ജീരകം ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞളും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ, കുറച്ചൊരു കളറൊക്കെ വരാൻ വേണ്ടിയിട്ട് കറിക്ക്. അപ്പോൾ അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു കാണാനൊക്കെ നല്ലൊരു കളറാണ് കറിക്ക്. അല്ലാതെ ഒരു വെള്ള കളറായിരിക്കില്ലേ നമ്മൾ തേങ്ങ മാത്രം അരച്ചാൽ. അപ്പോൾ ഇതുപോലെ അത് അരച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ കുക്കർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാ കഷ്ണങ്ങളും ഒന്ന് വെന്തിട്ടുണ്ടോ നോക്കുക. ഓക്കെ, എല്ലാം വെന്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ചേർക്കണം. അരപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പം ഞാൻ അതിൻ്റെ അകത്ത്
കുക്കറിലാണ് വെച്ചത്. പുളിയും കറിയും മോരൊക്കെ ഒഴിച്ച കറി വെക്കുമ്പോൾ ഞാനത് ചട്ടിയിലാണ് മാറ്റാറുള്ളത്. ഇപ്പോൾ ഗ്യാസിൻ്റെ ചെറിയ പ്രശ്നങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് കുക്കറിൽ വേവിച്ചിട്ട് അത് പിന്നെ ചട്ടിയിലോട്ട് മാറ്റും. എന്നുവെച്ചാൽ പുളിയുള്ള കറിയൊന്നും കുക്കറിൽ വെക്കരുതെന്നാണ് പറയുന്നത്. അതിലെന്തോ രാസപ്രവർത്തനമൊക്കെ നടക്കുമെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ നമുക്ക് എന്നാൽ ശരി ചട്ടിയിലേക്ക് മാറ്റാമെന്ന് കരുതി എല്ലാം ചട്ടിയിലേക്കാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചട്ടിയിലേക്ക് മാറ്റി നമ്മൾ കുറച്ച് തേങ്ങ അരപ്പ് ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് അരച്ച് ചേർത്തിട്ടുണ്ട്. എല്ലാം അതിൽ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് തിള വരണം. അപ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യുക, ഇത് ചെറിയൊരു വറവ് കൂടെ ഇടാനുണ്ട്. അപ്പോൾ അപ്പുറത്തെ ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്തിട്ടതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ചൊന്ന് കടുക് ഉലുവയും കൂടെ ചേർക്കുന്നു കേട്ടോ. മാങ്ങേൻ്റെ പുളിയുള്ളത് കാരണം കുറച്ചൊരു ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വറവിന് ഉപയോഗിക്കുന്നത് ചെറിയ ഉള്ളിയും വറ്റൽമുളകും രണ്ടില കറിവേപ്പിലയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നമ്മളിത് നല്ലപോലെ ഒന്ന് വറക്കണം. വറവ് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഈ കറിയിലോട്ട് ഒഴിക്കുക. അത്ര ബ്രൗൺ കളറൊന്നും ആവണ്ട, അത്യാവശ്യം ഒന്ന് ചെറിയതായിട്ട് ഒന്ന് ചുവന്ന കളറിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ കറിയിലോട്ട് ഒഴിക്കണം. നല്ല മൂപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ബ്രൗൺ കളറാകുന്നവരെ മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കറിക്കൊക്കെ. അപ്പോൾ അവന് കരിഞ്ഞു പോകണ്ടല്ലോ എന്ന് കരുതി കുറച്ചൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ കറിയിലേക്ക് ചേർക്കുകയാണ്. അതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിൻ്റെ വറവിൻ്റെ മണവും ഒക്കെ ഒന്ന് ആ കറിയിലേക്ക് പിടിക്കാൻ വേണ്ടി നല്ലപോലെ ഒന്ന് മൂടി വെച്ചാൽ നല്ലതാണ് കേട്ടോ. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ഇളക്കുമ്പോൾ ആ മണവും ഒക്കെ അതിലേക്ക് നല്ല പിടിക്കും കറിയിലേക്ക്. ഇനി ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കണം. എങ്ങനെയുണ്ട് കറി? നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക്, മാങ്ങ വെച്ചുകൊണ്ടൊക്കെ. ഈ മാങ്ങയും പപ്പായയും കൂടെയുള്ള കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ. എങ്ങനെയുണ്ട് ഈ റെസിപ്പി? എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവരും ഒന്ന് ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക്